ഇശായിയുടെ 8 മക്കളിൽ 8-മനായിരിക്കുന്ന ദാവീദ്. വിശുദ്ധ ബൈബിളിൻ്റെ അകത്ത് ഈ ദാവീദിൻ്റെ ജീവിതം ആരംഭിക്കുന്നത് ഒരു ഇടയച്ചെറുക്കനായിട്ടാണ്. കാടിൻ്റെ ഏകാന്തതകളിൽ, കാട്ടുമൃഗങ്ങളുടെ നടുവിൽ, വെല്ലുവിളികളുടെ നടുവിൽ ആടുകളെ മേയിച്ചുകൊണ്ട് നടന്ന ഒരു ഇടയച്ചെറുക്കനായിട്ടാണ് ദാവീദിൻ്റെ ജീവിതം വേദപുസ്തകത്തിൽ ആരംഭിക്കുന്നതായി കാണുന്നത്. എന്നാൽ ഈ ഇടയച്ചെറുക്കൻ്റെ ജീവിതം അവസാനിക്കുന്നത്, വേദപുസ്തകം പറയുന്നത്, ഇടയച്ചെറുക്കനായിട്ടല്ല, രാജാവായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം അവസാനിക്കുന്നത്. ഒരു കിങ് എന്ന പൊസിഷനിലേക്ക് ഈ ദാവീദ് എത്തപ്പെടുകയാണ്. അതിന് പിന്നിലൊരു പ്രധാനപ്പെട്ട രഹസ്യമുണ്ട്. ഇടയച്ചെറുക്കൻ എന്ന ജീവിതത്തിൻ്റെ ആരംഭത്തിൻ്റെ അകത്തു നിന്ന് തൻ്റെ ജീവിതം അവസാനിക്കുന്ന സമയത്ത് താൻ ഇസ്രായേലിൻ്റെ രാജാവായിരുന്നു. ഒരു വലിയ ചേഞ്ച് ദാവീദിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെ ഏതു സാഹചര്യത്തിൽ നിന്നും മാറ്റിമറിക്കാൻ കഴിയുന്നൊരു ദൈവമുണ്ട്. ഇന്നു പകലിൽ നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളെ ഓർത്ത് പശ്ചാത്തലങ്ങളെ കണ്ട് ഭാരപ്പെടരുത്. ഇടുങ്ങിയ, ഞെരുങ്ങിയ, വിശാലതകളില്ലാത്ത ഒരു സാഹചര്യത്തിലൂടെ ആയിരിക്കാം നമ്മൾ ഇന്ന് കടന്നു പോകുന്നത്. എന്നാൽ ഇന്നു പകൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള പ്രധാനപ്പെട്ട സന്ദേശം, ഇടയച്ചെറുക്കനായ ദാവീദിനെ, അവൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ പദ്ധതിക്കനുസരിച്ച് മുൻപോട്ട് ജീവിക്കാൻ തയ്യാറായാൽ നമ്മുടെ ലൈഫിനെയും മാറ്റിമറിക്കുവാൻ സ്വർഗസ്ഥനായ ദൈവത്തിന് പറ്റും. ഞാൻ എൻ്റെ ചിന്തകളോട്ട് മടങ്ങി വരട്ടെ. എൻ്റെ ചിന്ത, ഈ ഇടയച്ചെറുക്കനായ ദാവീദിനെ രാജാവാക്കിയതിൻ്റെ കാര്യമെന്താണ്? ആ ജീവിതയാത്രയിലെ ഒരു പ്രധാനപ്പെട്ട ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു മല്ലനായ ഗോലിയാത്തുമായിട്ടുള്ള യുദ്ധം. 1 ശമൂവേൽ പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ അകത്താണ് ഈ യുദ്ധത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ആ ചരിത്രം ഇങ്ങനെയാണ്. എന്നെ കേൾക്കുന്ന ശ്രോതാക്കൾക്ക് അത് സുപരിചിതമാണെങ്കിലും ഒറ്റ വാക്കിൽ ഞാൻ ആ പശ്ചാത്തലത്തെ ഒന്ന് വിവരിക്കാം. ഇസ്രായേലിലെ രാജാവായിരിക്കുന്ന ശൗല് തൻ്റെ സൈന്യവുമായിട്ട് ഒന്നിച്ച് ഫിലിസ്തീനുമായിട്ടുള്ള യുദ്ധത്തിലായിരിക്കുമ്പോൾ ഫിലിസ്തീയ ശക്തികൾ മല്ലനായ ഗോലിയാത്ത് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ മുൻപോട്ടേക്ക് കയറ്റി നിർത്തുകയാണ്. അദ്ദേഹത്തോട് യുദ്ധം ചെയ്ത് അദ്ദേഹത്തെ തോൽപ്പിക്കണം. അതാണ് അന്നത്തെ അജണ്ട. എന്നാൽ ശൗലിനോ തൻ്റെ സൈന്യത്തിനോ ഒന്നും ഈ ഗോലിയാത്ത് എന്ന് പറയുന്ന മല്ലനെ മറികടക്കാൻ പറ്റിയില്ല. നീണ്ട 40 ദിവസത്തെ പരിശ്രമങ്ങളും പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് താണുപോയപ്പോൾ അതിന് നടുവിൽ ഇടയച്ചെറുക്കനായ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് വരികയാണ്. കാട്ടിൽ നിന്ന് വന്ന ദാവീദ് ഈ മല്ലനായ ഗോലിയാത്തിനെ കേവലം കല്ലുകൊണ്ട് ജയിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഗോലിയാത്തിനെ കല്ലുകൊണ്ട് ജയിക്കാൻ ദാവീദിന് കഴിഞ്ഞത്? അതിൻ്റെ പിന്നിലെ രഹസ്യം എന്താണ്? വാളുകൊണ്ടും കുന്തം കൊണ്ടും ജയിക്കാൻ പറ്റാത്തവനെ കല്ലുകൊണ്ട് ജയിക്കാൻ ഉണ്ടായതിൻ്റെ പിന്നിലെ കാരണം എന്താണ്? അതിൻ്റെ പിന്നിൽ ഒരു വലിയ രഹസ്യമുണ്ട്. എന്താണ് രഹസ്യം? ശൗലിന് മനസ്സിലാകാതിരുന്ന, ഇസ്രായേൽ നിരകൾക്ക് മനസ്സിലാകാതിരുന്ന ഒരു രഹസ്യം ദാവീദിന് മനസ്സിലായത് കൊണ്ടാണ് രാജ്യം പരാജയപ്പെട്ടെടുത്ത് ഒരു മനുഷ്യൻ ജയിച്ച് മുന്നോട്ട് വരികയാണ്. ഈ രഹസ്യം അറിഞ്ഞാൽ നമുക്കും ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധികളെയും തകർത്ത് കളയാൻ പറ്റും. ഈ സമയത്ത് ഈ ശബ്ദം കേൾക്കുന്ന അനേകം പ്രിയപ്പെട്ടവർ, സാധ്യതകൾ ഒത്തിരിയുണ്ട്, കഴിവുണ്ട്, പ്രാപ്തിയുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, സർട്ടിഫിക്കറ്റുകൾ കയ്യിലുണ്ട്, എക്സ്പീരിയൻസുകൾ കയ്യിലുണ്ട്. ഈ വക യോഗ്യതകളൊക്കെ ഉണ്ടായിരുന്നിട്ടും പ്രതിസന്ധികളെ മറികടക്കാൻ കഴിയാതെ, ഒരു സ്റ്റെപ്പ് മുൻപോട്ട് വയ്ക്കാൻ പറ്റാതെ, ജീവിതത്തിന് മുമ്പിൽ ഒരു വാതിലും തുറക്കപ്പെട്ട് കിട്ടാതെ വിവിധ പ്രയാസത്തിൻ്റെ നടുവിൽ ഭാരപ്പെടുന്നെങ്കിൽ, ഇന്നു പകലിൽ കർത്താവിൻ്റെ ആത്മാവിന് നിങ്ങളോട് പറയാനുള്ളത്, ദാവീദ് അറിഞ്ഞ രഹസ്യത്തെ അറിഞ്ഞാൽ, ആ രഹസ്യം വെളിപ്പെട്ട് കിട്ടിയാൽ നിങ്ങൾക്കും ചുറ്റും നിൽക്കുന്ന ശക്തികളെ തകർത്തെറിഞ്ഞുകൊണ്ട് മുൻപോട്ടേക്ക് ജീവിതത്തെ കൊണ്ടുപോകുവാൻ തക്കവണ്ണം കഴിയും. എന്താണ് ദാവീദ് അറിഞ്ഞ രഹസ്യം? ഈ മല്ലനായ ഗോലിയാത്തിന് നേരെ ദാവീദ് പോകുമ്പോൾ ദാവീദ് ആവർത്തിച്ചു പറയുന്നൊരു പദമുണ്ട്. 17-ാം അധ്യായത്തിൻ്റെ 44-45 വാക്യങ്ങളാണ് ദാവീദ് ഉദ്ധരിക്കുന്ന വാക്യങ്ങൾ. 45-ാമത്തെ വാക്യം, ദാവീദ് ഫെലിസ്ത്യനോട് പറഞ്ഞത്, നീ വാളും കുന്തവും വേലുമായി എൻ്റെ നേരെ വരുന്നു. ഞാനോ, ആ പദം ശ്രദ്ധിച്ചോണം, ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളെ യഹോവയുടെ നാമത്തിൽ നിൻ്റെ നേരെ വരുന്നു. ദാവീദ് പറയുന്നൊരു പദം
ഫെലിസ്ത്യനായ മല്ലനായ ഗോലിയാത്തിനോട് പറയുന്ന പദം, ഞാൻ നിന്റെ നേരെ വരുന്നത് നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ശൗലും സൈന്യാധിപന്മാരും പടയാളികളെല്ലാം ഈ ഗോലിയാത്ത് എന്ന് പറയുന്ന മല്ലൻ്റെ പുറമേയുള്ള കവചങ്ങൾ നോക്കിയപ്പോൾ, പുറമേയുള്ള കാര്യങ്ങൾ നോക്കിയപ്പോൾ ദാവീദ് ശ്രദ്ധിച്ചത് മല്ലൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട വാക്കുകളാണ്. ആ വാക്കുകൾ ശ്രദ്ധിച്ചപ്പോൾ ദാവീദിന് മനസ്സിലായൊരു കാര്യമുണ്ട്, ഇവൻ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ നാമത്തെ നിന്ദിക്കുകയാണ്, നാമത്തെ ദൂഷിക്കുകയാണ്. പൊടും തന്നെ ദാവീദിന് മനസ്സിലായ ഒരു രഹസ്യം, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ തൻ്റെ ജനമായ ഇസ്രായേൽ ഗ്രഹത്തിന് നിയമത്തെ കൈമാറുമ്പോൾ, ന്യായപ്രമാണത്തെ കൈമാറുമ്പോൾ, ലേവ്യ പുസ്തകം 24-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനൊരു കാര്യം തൻ്റെ ജനത്തോട് പറയുന്നുണ്ട്. പരദേശികളാകട്ടെ സ്വദേശികളാകട്ടെ ആരെങ്കിലും ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ നാമത്തെ ദൂഷിച്ചാൽ അവനെ കല്ലെറിഞ്ഞു കൊല്ലണം. മനസ്സിലായോ നിങ്ങൾക്ക്? ദാവീദ് എന്തുകൊണ്ടാണ് ഈ മല്ലനായ ഗോലിയാത്തിന് നേരെ കല്ലുമായിട്ട് ചെന്നതിൻ്റെ കാര്യം, രഹസ്യം എന്തെന്ന് ചോദിച്ചാൽ, ഇത് ന്യായപ്രമാണത്തിൽ ദൈവം കൊടുത്തിരിക്കുന്ന പദമാണ്. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയെ ദൂഷിക്കുന്നവനെ ശാപം മുഴുവൻ കല്ലെറിയണം. അതുകൊണ്ടാണ് 5 കല്ലെടുത്തിട്ടും 4 ഉപയോഗിക്കേണ്ട വന്നില്ല. ഒറ്റ കല്ലിൽ മല്ലൻ തകർന്നു മാറുകയാണ്. കാര്യം അത് ദാവീദ് വചനപ്രകാരം മുൻപോട്ട് ചുവട് വെച്ചത് കൊണ്ടാണ്. ഇന്നു പകൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണമേ, വാള് കയ്യിലുണ്ടായിട്ട് കാര്യമില്ല, പരിചയം ഉണ്ടായിട്ട് കാര്യമില്ല. യുദ്ധം ചെയ്യാനും അഭ്യാസവും യുദ്ധമുറകൾ അറിയാമായിരുന്നിട്ടും കാര്യമില്ല. ദൈവത്തിൻ്റെ വചനപ്രകാരം ചുവടുകൾ മുൻപോട്ട് വയ്ക്കുന്നില്ലെങ്കിൽ കഴിവുകൾ സ്ഥാനത്തായി പോകും. സാഹചര്യങ്ങളൊന്നും അനുകൂലമല്ലാതെ വരും. നമ്മൾ പ്രാപിച്ച എക്സ്പീരിയൻസുകളൊന്നും പ്രയോജനമില്ലാതെ വരും. അതുകൊണ്ട് ദാവീദ് മല്ലനെ ജയിച്ചത് കല്ലുകൊണ്ട് ജയിക്കാനുണ്ടായ കാരണം അവൻ വചനപ്രകാരം മുന്നേറിയത് കൊണ്ടാണ്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, വിശുദ്ധ തിരുവെഴുത്തുകളെ അനുദിനം വായിച്ച് വചനത്തിനകത്ത് ഞാനും നിങ്ങളും മുൻപോട്ട് പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന ദൈവവചനത്തെ തിരിച്ചറിഞ്ഞ് അതിപ്രകാരം അതുപോലെ ജീവിക്കാൻ തയ്യാറായാൽ ഇന്ന് നിങ്ങൾ നേരിടുന്ന ഏതു വെല്ലുവിളികളെയും ഗോലിയാത്ത് തകർന്നു വീണതുപോലെ മറിഞ്ഞു വീഴുമെന്ന് ഇന്നു പകൽ ഞാൻ ആത്മാവിൽ നിങ്ങളോട് സംസാരിക്കുകയാണ്. ഒറ്റ കല്ലുമതി. ഒരു വലിയ 40 ദിവസം ഇസ്രായേലിനെ പരാജയപ്പെടുത്തിയ മല്ലനെ ഒറ്റ കല്ലുകൊണ്ട് ദാവീദ് മറികടക്കാനുണ്ടായ കാര്യം കല്ലിൻ്റെ ഗുണമല്ല, ദാവീദിൻ്റെ കഴിവുമല്ല. ദാവീദ് സ്റ്റെപ്പ് വെച്ചത് ദൈവത്തിൻ്റെ വചനപ്രകാരം ആ പ്രതിസന്ധിയെ നേരിടാൻ തയ്യാറായത് കൊണ്ടാണ്. ഇന്നു പകലിൽ ഏതു പ്രതിസന്ധികളെയും വചനപ്രകാരം നേരിടാൻ തയ്യാറായാൽ, ഏതു സാഹചര്യത്തിന് മുമ്പിലും വചനപ്രകാരം ജീവിക്കാൻ തയ്യാറായാൽ, മല്ലൻ മറിഞ്ഞു വീണതുപോലെ നിങ്ങളുടെ മുമ്പിൽ സാഹചര്യങ്ങൾ മറിഞ്ഞു വീഴും, തകർന്നു മാറും, അത്ഭുത വഴികൾ തുറക്കപ്പെടും. ഇടയച്ചെറുക്കൻ രാജാവായി മാറിയതുപോലെ ക്ഷണനേരത്തിൽ ജീവിതത്തിൻ്റെ സിറ്റുവേഷനുകൾ, പശ്ചാത്തലങ്ങൾ, ജീവിതത്തിൻ്റെ ആകെ മേഖലകളെ മാറ്റി മറിക്കാൻ ഈ ദൈവവചനത്തിന് കഴിയുമെന്നുള്ള കാര്യം നിങ്ങൾ ഇന്ന് പകൽ മറന്നു പോകരുത്. അതുകൊണ്ട് സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവവചനത്തെ പരിശോധിച്ച് അതിപ്രകാരം ജീവിതത്തെ മുൻപോട്ട് നയിക്കാൻ സർവശക്തി നിങ്ങളെ സഹായിക്കട്ടെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.